அந்த நாள் மிக சமீபமே, சுத்தர்கள் யாவரும் சேர்ந்திடவே. அந்த நாள் மிக சமீபமே, சுத்தர்கள் யாவரும் சேர்ந்திடவே. தேவக்காலம் வானில் முழங்க, தேவாதி தேவனை சந்திப்போமே. தேவாய காலம் வானில் முழங்க, தேவாதி தேவனை சந்திப்போமே. காள சத்தம் வானில் தோனித்திடவே, எம் இயேசு மகாராஜானே வந்திடுவா. காள சத்தம் வானில் தோனித்திடவே, எம் இயேசு மகாராஜானே വന്നിടുവാ. ഹലോ പ്രൈസ് ലോർഡ്, എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനും കുടുംബമായി സന്തോഷമായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുന്നവരാണ്. ഈ വെറുതെ സന്ദേശം കേട്ട് കളയരുത്, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. എല്ലാം ഒന്നും സംഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ അത് നമുക്ക് പ്രയോജനമായി തീരും. നമ്മുടെ ആത്മീയ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടാൻ. അതിനുവേണ്ടിയാണല്ലോ സന്ദേശം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്നത്. ഇത് ദാനിയേൽ പാസ്റ്റർക്ക് വേറെ പണിയൊന്നുമില്ല, വെറുതെ ഇരിക്കുക, എന്നാൽ പിന്നെ കുറച്ച് പ്രസംഗം ഇട്ടേക്കാന്ന് ചോദിച്ച് ഇടുന്നതല്ല. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ ആത്മതപനം ചെയ്ത് ആമേൻ കർത്താവ് എനിക്ക് നൽകുന്ന സന്ദേശങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ കയറി ഇരുന്ന് പ്രസംഗിച്ച് വിടുകയല്ല. ഇത് പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്ന വചനങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ ധ്യാനിച്ച ഭാഗം എബ്രായ ലേഖനത്തിലാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ആണ്. 12-ാം അധ്യായത്തിനകത്ത് തുടക്കം തന്നെ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം അല്ലേ. അതിനകത്ത് മലയാളത്തിൽ മേഘം പോലെ എന്നൊരു വാക്കില്ല, ബാക്കി എല്ലാ ഭാഷയിലും മേഘം പോലെ എന്നൊരു വാക്ക് ഉണ്ട്, മലയാളത്തിൽ അതില്ല. ഓക്കെ, ദ ക്ലൗഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ഓക്കെ, എനിവേ 12-ാം അധ്യായത്തിലായിരുന്നു ഇന്നത്തെ എൻ്റെ വചനധ്യാനം. അതിനകത്ത് താഴേക്ക് ഞാൻ വായിച്ചു വന്നപ്പോൾ 11-ാം വാക്യം മുതൽ നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിക്കണം. അതിൻ്റെ 16 വാക്യമാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. ആ വാക്യം ഇങ്ങനെയാണ്: ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. ഇനി അതിൻ്റെ റിസൾട്ടാണ്: പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോട് അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാനസാന്തരത്തിനിട കണ്ടില്ല. ഞാൻ ഈ വചനങ്ങളൊക്കെ വായിക്കുമ്പോഴേ, പ്രത്യേകിച്ച് എബ്രായ ലേഖനം എഴുതിയത് അപ്പോസ്തലനായ പൗലോസാണ് എഴുതിയ ലേഖനമാണ്. അത് നമ്മുടെ ഈ പ്രാവശ്യം ഈ പുതിയ പ്രിൻറ്റിങ്ങിനകത്ത് അതിൻ്റെ ഹെഡിങ്ങിൽ പൗലോസ് എഴുതിയെന്ന് എഴുതിയിട്ടില്ല. പഴയ ബൈബിളിനകത്ത് അതിൻ്റെ ഹെഡിങ്ങിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഫോട്ടോ അയച്ചു തന്നായിരുന്നു. പഴയ ബൈബിളിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നായിരുന്നു. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് പേർക്ക് നിങ്ങളത് ഫോർവേഡ് ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ പുസ്തകമാണ് എബ്രായ ലേഖനം. ദൈവത്തിന് സ്തോത്രം. ഓക്കെ, ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നൊരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു. ഒറ്റ ഊണിന്, അല്ലാണ്ട് ഒരു വർഷത്തേക്കുള്ള ഊണിനല്ല, 5 കൊല്ലത്തേക്കുള്ള ഊണിനല്ല വിറ്റത്. ഒരു ഊണിന്, ഒറ്റ ഊണിന്, ഒരു ചാപ്പാട്, ഒറ്റ ചാപ്പാട്, ഒരന്ന സാമ്പാർ. തമിഴിൽ പറയും അന്ന സാമ്പാർ, തെലുങ്കിൽ പറയും ഒരു ഭോജനം ചെയ്സാരാ, ഒരു ഭോജനത്തിന് വേണ്ടി കളഞ്ഞു. ഇനി ഈ ചങ്ങാതി വിറ്റത് ശരി, ഇത്രയും വലിയ ജ്യേഷ്ഠാവകാശം, ആ അവകാശം വിറ്റ് കളഞ്ഞത് ഒരു 10 വർഷത്തേക്കുള്ള ചാപ്പാടിനായിരുന്നെങ്കിൽ നമുക്ക് പറയാൻ രസമെങ്കിലും ഉണ്ടായിരുന്നു. ഇത് ഒറ്റ ഊണിന് വേണ്ടി, ഒറ്റ ചാപ്പാടിന് കളഞ്ഞു മുളിച്ചു. നമ്മുടെ പല ആൾക്കാർക്കും പറ്റുന്ന ഒരു വലിയ അപകടമാണത്. അതുകൊണ്ടാണ് മേലെ തുടങ്ങുമ്പോഴേ പറയുന്നത് 14-ാമത്തെ വാക്യം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വാക്യത്തിൻ്റെ അർത്ഥവ്യാപ്തി എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി യേശാവിൻ്റെ കാര്യം അവിടെ എഴുതി വെച്ചേക്കുക. എല്ലാവരോടും ശുദ്ധീകരണം പ്രാപിക്കണം, ഉത്സാഹിപ്പിൻ. ആ ഒരു ഉത്സാഹം നമുക്ക് വേണം. അല്ലെങ്കിൽ ആരോടെങ്കിലും നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ
വെറുതെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാ പറയുന്നത്. മാനസാന്തരത്തിന് സമയം ദൈവം തരുമ്പം അത് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാതെ നാം വീണ്ടും ചില ആടിനെ ഇങ്ങനെ നമ്മൾ ഈ ആടിനെ തീറ്റുന്നവർക്കറിയാം. 2, 3 ആടുള്ളവർക്ക് ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരിക്ക് 5, 6 ആടുണ്ട്. അതിനെ വലിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കാണാറുണ്ട് ചില സമയത്ത്. അതിങ്ങനെ നിൽക്കും ഇങ്ങനെ വലിക്കുമ്പം. നമ്മുടെ പല ആൾക്കാരും അതാ ശുദ്ധീകരണം പ്രാപിക്കാൻ പറയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു നിപ്പ. സ്തോത്രം. എല്ലാവരോടും ശുദ്ധീകരണം പ്രാപിച്ച് സമാധാനം ആചരിക്കുക. അങ്ങനെ എഴുതിയിരിക്കുന്നത് 14 വാക്യം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കുകയും. ശുദ്ധീകരണം കൂടാതെ നിങ്ങൾ കർത്താവിനെ കാണൂല. കർത്താവ് വരാൻ പോവുക. നിങ്ങൾ കാണുകയില്ല. നിങ്ങൾ കർത്താവിനെ കാണുന്നില്ല. നിങ്ങൾ കർത്താവിൻ്റെ വരവിലും പോലും കാണുകയില്ല. എന്നിട്ട് പറയുക, ഏശാവിനെ നമുക്ക് ഉദാഹരണം തരിക. ഏശാവ് ഒറ്റ ഊണിന് കളഞ്ഞു. എല്ലാം കളഞ്ഞു കുളിച്ചു. ഒറ്റ ഊണ്, ഒരു ചാൻസ്, അങ്ങനെ നമുക്ക് പറയാം അല്ലേ? നിങ്ങൾ ദൈവത്തിൻ്റെ ആ ഒരു നിങ്ങൾക്ക് വേണ്ടി ദൈവം വച്ചിരുന്ന ആ വലിയ കാര്യത്തിന് വേണ്ടി നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞത് ഒരു വലിയ സംഭവമാണ്. ദൈവത്തെ കാണാൻ പറ്റിയാലേ നിങ്ങൾക്ക് ഇനി ദൈവത്തെ കാണാൻ പറ്റില്ലെന്നേ, അതല്ലേ രസം. ഈ കണ്ട പാട്ടും പ്രാർത്ഥന എല്ലാം നടത്തിയിട്ട് നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റിയാലേ പിന്നെ എന്തിനാ നിങ്ങൾ പാട്ടും പ്രാർത്ഥന നടത്തുന്നത്? നിങ്ങൾ ദൈവത്തെ കാണണമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. എല്ലാവരോടും, നിങ്ങളെ ചീത്ത വിളിച്ചവരോടും നിങ്ങളോട് പിണങ്ങി നടന്നവരോടെല്ലാം നിങ്ങൾ സമാധാനം ആചരിക്കണം. അവർ സമാധാനം ഉണ്ടോ എന്നുള്ളത് വിഷയം, അത് വേറെ. കാണുമ്പം എന്നാണ് വാസവിശേഷം? സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാര പണിത ആളായിരിക്കാം. നിങ്ങളെക്കുറിച്ച് ഏറ്റവും മോശമായിട്ട് സംസാരിച്ച വ്യക്തിയായിരിക്കാം. നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറഞ്ഞതായിരിക്കാം. നിങ്ങളൊരു ഷെയ്ക്കാൻ കൊടുത്തേര്. എന്നാണ് വിശേഷം? സുഖമായിരുന്നു. തലയിൽ തീക്കനൽ വരിയിടുക. നിങ്ങളുടെ ഒരു ഷെയ്ക്കാൻ്റെ ഇങ്ങനെ നിങ്ങൾ കൈ കൊടുക്കത്തില്ലേ, അത് കൈ കൊടുക്കുമ്പം അവൻ്റെ തലയിലോട്ട് തീക്കനൽ വന്ന് വീഴുക. സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റ ഊണിനാ വിറ്റ് കളഞ്ഞത്. എന്നിട്ടോ തിരിച്ചു വന്ന് കരയുക. കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ട് നമ്മൾക്ക് പിന്നെ കണ്ണുനീരൊന്നുമില്ല. നമ്മൾ പിന്നെ കർത്താവ് ഇങ്ങനെ ഈ മിമിക്രി കാണിക്കുന്നതേ ഉള്ളൂ. മിമിക്രി. കർത്താവ് ഒരു സത്യമൊന്നും ഇല്ലെന്നേ, വെറുതെ ചുമ്മാ പറയുന്ന, വെറുതെ കാണിക്കുന്ന. ഇവിടെ ഒറിജിനൽ കണ്ണുനീരോട് ഒരുത്തക്കടുത്ത് കരയുക. എന്നിട്ടോ ഒന്നും കിട്ടിയില്ല. അപകടം മനസ്സിലായോ? ഇന്ന് രാവിലെ ആരോടേലും പിണങ്ങിയിരിക്കുകയാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതോളം വരെ നിങ്ങൾ ആ പിണക്കം വെച്ചോ, കുഴപ്പമില്ല. അസ്തമിക്കുന്നതിന് മുമ്പ് ഹൃദയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ആ മനുഷ്യനെനിക്ക് ഒരുപാട് ഭാരം പണിതാണ്, എനിക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എന്നാലും അങ്ങയുടെ വചനത്തിൽ ഞാൻ എഴുതിയേക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിക്കുക. അടുത്ത പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ കൈ കൊടുത്ത് എന്നാണ്ട് വിശേഷം എന്ന് ചോദിക്കും. അത് ചോദിക്കാൻ പറ്റിയല്ല, ആ പരുവത്തിലായിരിക്കുന്നത്. ചോദിക്കുക. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? രാവിലെ നിങ്ങൾ മുഖം മറച്ച്, മുഖം വക്രിച്ച്, മുഖം കോട്ടി പല ആൾക്കാരുടെ മുമ്പിൽ കൂടെ കടന്നു പോയില്ലേ? അവർക്കൊന്ന് കൈ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചേ. കൈ കൊടുക്കണ്ട. നിങ്ങൾ കർത്താവിൻ്റെ വരവിൽ കാണുകയല്ലേ, പിന്നെ ഇതിനെ കൈ കൊടുക്കുന്നത്? വാക്യം 14. സ്തോത്രം. കർത്താവ് വരാനടുത്തിരിക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ കാണാൻ പറ്റിയില്ല. രാവിലെ തീരുമാനം എടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരുപാട് തലവേദന ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഒരുപാട് തലവേദന ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞു പിടിപ്പിച്ചാണ്. നിങ്ങൾ ചിന്തിക്കാത്ത കാര്യം വരെ പറഞ്ഞ ആളാണ്. പിന്നെ അവരുടെ പൊസിഷൻ വെച്ച് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല അവർക്ക്. കാരണം അവരങ്ങനെ സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ ഒരുപാട് പേരെ വെറുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അവരെന്ത് ചെയ്യുക, നിങ്ങളെ വെറുപ്പ് പിന്നെ പ്രശ്നമില്ല. പിന്നെ ആണെങ്കിൽ നിങ്ങളെ ഹായ് ഹൂയി പറഞ്ഞ് റെഡിയാക്കി എടുക്കാം. മറ്റവരങ്ങനെയല്ല, അവർ ചിക്കിരി തരുന്നവരാ. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം നിങ്ങളോട് എതിർത്ത് നിന്നത്.
നിങ്ങളുടെ മുമ്പിൽ നോക്കി, നിങ്ങളുടെ മുഖത്ത് നോക്കി ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടാവും. പേടിക്കണ്ട, പേടിക്കണ്ട. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറയാം. ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിങ്ങൾ ഏതെങ്കിലും നിമിഷത്തിൽ നീതിമാന്മാരുടെമാരായവരുടെ നേരെ വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റു പറഞ്ഞ് വിടുതൽ പ്രാപിച്ചില്ലെങ്കിൽ, നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് അതിനുള്ള ചൂട്ട മറുപടി ദൈവം നിങ്ങൾക്ക് തന്നിട്ടേ നിങ്ങൾ ദൈവം വിടക്കുള്ളൂ. അതുകൂടി കൂടെ ഞാൻ പറയുക. അപ്പോൾ ശുദ്ധീകരണം പ്രാപിക്കുക, ശുദ്ധീകരണം പ്രാപിക്കുക. രാവിലെ നമുക്ക് ദൈവം കർത്താവിനോട് പറയാം, കർത്താവേ ഞാൻ ശുദ്ധീകരണം പ്രാപിക്കുക. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ? രാവിലെ കണ്ണടച്ചോ. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഈ രാവിലെ സമയം ഈ വചനത്തിൻ്റെ അപകടം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല. ഞങ്ങളെ ശുദ്ധീകരിക്കണേ കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ, കൈകളെ ശുദ്ധീകരിക്കണമേ, കാതുകളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ബ്രെയിൻ ശുദ്ധീകരിക്കണമേ കർത്താവ്. ഞങ്ങളുടെ ചിന്തകൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. ദൈവം നല്ലൊരു മനുഷ്യനായി, നല്ലൊരു ദൈവവേദനായി കർത്താവെ എല്ലാവരുടെ സമാധാനം ആചരിച്ച് ജീവിപ്പാടിനെ സഹായിക്കണമേ. ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണം. ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ആ വാക്യത്തിൽ ഒരു 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 16-ാമത്തെ വാക്യത്തിലെ 17-ാമത്തെ വാക്യത്തിൽ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാവേ, എന്നിട്ട് നിർത്താം. തള്ളപ്പെട്ടു. തള്ളപ്പെട്ടു എന്നൊരു വാക്കുണ്ട്. നിങ്ങളത് തപ്പിയെടുത്തു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ തള്ളപ്പെട്ടു. ഭയങ്കര കേട്ടോ. തള്ളപ്പെടും. തള്ളപ്പെടാതിരിക്കാൻ ആമേൻ ദൈവസന്നിധിയിൽ നിന്ന് കർത്താവേ ക്ഷമിക്കണമെന്ന് പറയാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.